Hello one and all. Once again welcome back to Alida's Crazy Pills and ready to get excited. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വളരെ പഴഞ്ചനായിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഞാൻ ഇത്തരത്തിലുള്ള പഴഞ്ചൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നതെന്ന്. സംഗതി അല്പം പഴഞ്ചനാണെങ്കിൽ പോലും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സംഗതികളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു നല്ല വായനക്കാരനാകാൻ പറ്റും എന്നുള്ള ഒരു 5 ബേസിക് കാര്യങ്ങൾ. നിങ്ങൾ ഓൾറെഡി ഇപ്പം പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പണ്ടൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളാൽ വായിക്കാൻ പറ്റാറില്ല. അപ്പം ഇപ്പോൾ പുസ്തകങ്ങൾ വായിക്കാത്തവർക്ക് എങ്ങനെ നമുക്ക് ഈ റീഡിങ് റീസ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ പുസ്തകങ്ങൾ ഇപ്പം വായിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പുസ്തകം വായിക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ യൂഷ്വലി ചിലപ്പോൾ വന്നിട്ടുണ്ടാവും ഈ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്ക്, അതായത് ഒരു കൊല്ലം കഴിയാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഇങ്ങനെ ഓരോ മെസ്സേജസ് വരും. ബിങ്കോ പോലെ ഇങ്ങനെ കോളമൊക്കെ വരച്ചിട്ട് അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ടിക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഓരോ ക്വസ്റ്റ്യനെയറും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ 2021 കഴിയാറായപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ ഒരു ചലഞ്ചസിൻ്റെ ഒരു ബോക്സ് വന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2021 നിങ്ങൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും 2 പുസ്തകത്തിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അപ്പോൾ എനിക്കാകെ എൻ്റെ അടുത്ത് ഭയങ്കര നാണക്കേട് തോന്നി. കാരണം ആ ഇയർ ലോക്ക്ഡൗൺ ആയി, ഞാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയായിരുന്നിട്ട് കൂടി ഞാൻ ഒരു പുസ്തകവും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ന്യൂ ഇയർ ഗോളായിട്ടാണ് 2022 ഞാൻ റീഡിങ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് വായിക്കാൻ തുടങ്ങുന്നത് ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ എൻ്റെ പപ്പയ്ക്ക് ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടായിരുന്നു. ബുക്കുകൾ മാത്രം വയ്ക്കുന്ന ഒരു ചെറിയൊരു അലമാര. അതിനകത്ത് ഒരുപാട് ബുക്കുണ്ടാവും. കൂടുതലും ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളും പിന്നെ കുറേ നമുക്കൊന്നും മനസ്സിലാവാത്ത രീതിക്കുള്ള ഡിക്ഷണറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലരമ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം വായിച്ചു തുടങ്ങിയത്. എന്നിട്ട് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അടുത്ത് അവിടുത്തെ പബ്ലിക് ലൈബ്രറി ഉണ്ടായിരുന്നു, ഒരു ചെറിയ വായനശാല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാനും പുള്ളിക്കാരിയും കൂടെ അവിടെ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തു. അന്ന് 5 രൂപയായിരുന്നു മെമ്പർഷിപ്പ്. അങ്ങനെ ഞങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഓരോ പുസ്തകങ്ങളായിട്ട് വായിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം വായിച്ച ഒരു പുസ്തകം ഒരു പ്രാവിൻ്റെ ഒരു കഥയായിരുന്നു. ആ കഥ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ അതേതാ പുസ്തകം എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് വായിച്ചിട്ട് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടു. അതായത് മരച്ചില്ലയിൽ കുറച്ച് പ്രാവുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇടിമിന്നലേറ്റ സമയത്ത് ഒരു പ്രാവ് തറയെ വീണിട്ട് പാരൻസിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണ് ആ പ്രാവ് കുഞ്ഞ്. എന്നിട്ട് പാരൻസിൻ്റെ അടുത്തോട്ട് തിരിച്ചെത്താൻ വേണ്ടി പ്രാവ് ചെയ്യുന്ന സ്ട്രഗിൾസ് പറയുന്ന ഒരു പുസ്തകമാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന പുസ്തകം. അതിൽ ഞാൻ ഭയങ്കര അട്രാക്റ്റഡായിട്ട് ഞാൻ കൂടുതൽ വായനയിൽ അങ്ങനെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ വായനയുടെ ഈ ആധിക്യം കണ്ടിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ പപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ടോട്ടോച്ചാൻ എന്ന് പറയുന്ന ഒരു പുസ്തകം എനിക്ക് കൊണ്ടുതന്നു വായിക്കാൻ വേണ്ടിയിട്ട്. ടോട്ടോച്ചാൻ പഠിച്ചിരുന്നത് ഒരു ട്രെയിനിൻ്റെ രൂപത്തിലുള്ള ഒരു ക്ലാസ് മുറിയിലിരുന്നാണ് ടോട്ടോച്ചാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ മഞ്ഞ് വീഴുന്ന സമയത്ത് ഇവർക്ക് രാത്രി കാലങ്ങളിൽ സ്കൂളിൽ ഓരോ ചെറിയ ചെറിയ പരിപാടികളൊക്കെ വയ്ക്കും. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ ഈ ഡിസംബർ മാസത്തിൽ നമുക്ക് അന്ന് നല്ല തണുപ്പായിരുന്നു. ഡിസംബർ മാസത്തിൽ ഞാൻ പുതപ്പിൻ്റെ അടിയിലിരുന്നിട്ട് ടോർച്ച് അടിച്ച് പിടിച്ച് ഈ ടോട്ടോച്ചാൻ വായിക്കുമായിരുന്നു. അതൊക്കെ എനിക്ക് വായനയെപ്പറ്റി പറയുമ്പോഴുള്ള നല്ല നല്ല മെമ്മറീസാണ്. അപ്പോൾ ടോട്ടോച്ചാനായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡായി. എന്നിട്ട് ഞാൻ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പപ്പയുടെ ഫ്രണ്ട് ആ ഒരു അങ്കിൾ വന്നു. പപ്പ അത് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വളരെ സങ്കടത്തോടു കൂടി ടോട്ടോച്ചാനിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അന്ന് ആ ടോട്ടോച്ചാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. അങ്ങനെ ടോട്ടോച്ചാനായിട്ട് എനിക്ക് നല്ലൊരു ഇതാണ്. എനിക്ക് പണ്ടത്തെ വായനയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഒരു പ്രാവിൻ്റെ കഥയും ഈ ടോട്ടോച്ചാൻ്റെ ഒരു ഇതുമാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പം ഇതൊക്കെ നിങ്ങളത് ഷെയർ ചെയ്തത് നിങ്ങൾക്കും ഇങ്ങനെ കുഞ്ഞിലെയുള്ള വായനാനുഭവങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് വായിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ബാക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് റൈറ്റിങ്സ് കാണാൻ പറ്റും. അപ്പം ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ കഥ എന്തിനെ പറ്റിയിട്ടുള്ളൊരു കഥയാണ്, എന്താണ് ഇതിൻ്റെ സംഭവം, ഇതിനകത്ത് എന്താണ് ഇവർ പറയാൻ പോകുന്നത്
എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ഔട്ട്കം കിട്ടും. ഇപ്പോൾ ഒരു സ്റ്റോറി ആണെങ്കിൽ ഇന്ന ആളിനെ പറ്റിയിട്ടുള്ള സ്റ്റോറിയാണ്, അങ്ങനെ ഒരു ഈ പുറന്താൾക്കുറിപ്പിൽ അങ്ങനത്തെ ഒരു ബേസിക് നോളജ് ഉണ്ടാകും ഈ ബുക്കിനെ പറ്റിയിട്ട്. പിന്നെ നിങ്ങൾക്ക് നോക്കാം, ഇപ്പോൾ ആൽക്കെമിസ്റ്റ് ആണെങ്കിൽ എഴുതിയിരിക്കുന്നത് പൗലോ കൊയ്ലോ ആണ്. അപ്പം റീഡറിൻ്റെ പേര് കാണാം. അപ്പം നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൊക്കെ വേണമെങ്കിൽ റീഡറിനെ പറ്റി ടൈപ്പ് ചെയ്യാവുന്നതാണ്, അദ്ദേഹം എങ്ങനത്തെ പുസ്തകങ്ങളാണ് എഴുതുന്നത്. അങ്ങനെ നമുക്ക് പുസ്തകങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പുസ്തകങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലരൊക്കെ ഈ തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ പുസ്തകമൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുന്നത് കാണാം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ബാഡായിട്ടുള്ള ഹാബിറ്റാണ്. ഒരു നല്ല വായനക്കാരൻ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിനെ ലവ് ചെയ്യുക എന്നുള്ളതാണ്. പുസ്തകത്തിന് പതുക്കെ തലോടുക. പുസ്തകം ഇങ്ങനെ തുറന്ന് മണത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീല് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാൻ തുടങ്ങുക. എന്നിട്ട് ഓരോ പേജുകളായിട്ട് മറിക്കുക. അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. Find the right book. To become a better reader, കറക്റ്റ് ആയിട്ടുള്ള ബുക്ക് സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് പറ്റിയ പുസ്തകം നമ്മൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ വായന തന്നെ ചിലപ്പോൾ നമുക്കൊരു മുഷിപ്പായിട്ട് തോന്നും. ആദ്യമായിട്ട് വായിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലൈറ്റായിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. ഇതിന് നിങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് വായിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പൊക്കെ ചോദിക്കുന്നതിന് ഒരു മടിയും വിചാരിക്കണ്ട. ബിക്കോസ് സെലക്ട് ദ റൈറ്റ് ബുക്ക് എന്നുള്ളത് ഒരു വായന തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയുള്ള ഏറ്റവും ബേസ്മെൻ്റ് ആയിട്ടുള്ള ഒരു കടമ്പയാണ്. Understand what you read. Every time you open a book, a little magic falls out. ഇതെനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കോട്ടാണ്. അതായത് നിങ്ങളൊരു പുസ്തകം തുറക്കുന്ന ഓരോ സമയവും അതിനകത്ത് നിന്ന് ഓരോ മാജിക്ക് പുറത്ത് വരുന്നു. നിങ്ങളിപ്പോൾ ആ മാജിക്കിനെ മനസ്സിലാക്കിയില്ലെങ്കിലോ ആ പുസ്തകം വായിക്കുന്നതിലൊരർത്ഥമില്ലാതെ പോവില്ലേ? സോ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു റീഡ്. ഓരോ വാക്കും മനസ്സിലാക്കി വായിക്കണം. യാന്ത്രികമായിട്ടുള്ള വായന ഒരിക്കലും നമുക്കൊരു ബെനിഫിറ്റ് തരില്ല. Connect the things you read. A book is a dream that you hold in your hand എന്നാണ് ഇംഗ്ലീഷ് എഴുത്തുകാരനായ നയൽ ഗെയ്മൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരു നോവലായിരിക്കാം വായിക്കുന്നത്, ചിലപ്പോൾ ഒരു കഥയായിരിക്കാം, ചിലപ്പോൾ ഒരു ലേഖനമായിരിക്കാം, അതെന്തും ആയിരിക്കാം. ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു സ്വപ്നം പോലെയാണ്. സ്വപ്നം കാണുന്നത് പോലെ അതൊന്ന് ഇമാജിൻ ചെയ്യാൻ ശ്രമിച്ചൂടെ? ഇങ്ങനെ ഇമാജിൻ ചെയ്ത് വായിക്കുന്നത് ഒരു നല്ല വായനക്കാരൻ്റെ ലക്ഷണമാണ്. ഇത് നമ്മുടെ ചിന്താശേഷിയെയും കൂട്ടും. കേട്ടിട്ടില്ലേ, A child who reads will be an adult who thinks. Finding new words and new things. വായനയുടെ ഏറ്റവും നല്ലൊരു മെറിറ്റാണ് അത് നമ്മളെ പുതിയ പുതിയ വാക്കുകൾ പഠിപ്പിക്കുന്നു എന്നത്. യു ക്യാൻ ലേൺ സംതിങ് ന്യൂ എവറി ഡേ ഇഫ് യു റീഡ്.
അതായത് വായന നമ്മളെ എല്ലാ ദിവസവും പുതിയ എന്തെങ്കിലും പഠിപ്പിക്കുന്നു. ഒരു നല്ല വായനക്കാരൻ ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോഴേക്ക് പുതുതായിട്ട് എന്തെങ്കിലും പഠിച്ചിരിക്കും. അത് ചിലപ്പോൾ പുതിയ വാക്കുകളായിരിക്കാം, പുതിയ കാര്യങ്ങളായിരിക്കാം, എന്തും ആയിരിക്കാം. Never give up on reading. ഒരു നല്ല വായനക്കാരൻ്റെ മറ്റൊരു വലിയ ലക്ഷണമാണ് ഒരിക്കലും അവർക്ക് വായന ഒരു മടുപ്പായി തോന്നത്തില്ല എന്നുള്ളത്. അബദ്ധവശാൽ അവരിപ്പോൾ ഒരു മോശം പുസ്തകം വായിക്കുകയാണെങ്കിൽ നല്ല പുസ്തകം വായിക്കാനുള്ള പരിശ്രമത്തിലേക്ക് അവർ പിന്നെ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു മോശം പുസ്തകം വായിച്ചെന്ന് വെച്ച് വായനയോട് മുഷിപ്പ് തോന്നേണ്ട ആവശ്യമുണ്ടോ? നിരന്തരം പരിശ്രമിക്കണം. കീപ് റീഡിങ് ആൻഡ് കീപ് ലേണിംഗ്.